ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കാണണം. അല്ലാഹുവേ പടച്ച റബ്ബേ അതിന് ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ഞാൻ നിങ്ങൾക്കൊരു ദിക്ർ പഠിപ്പിച്ചു തരാം. ആ ദിക്റിന്റെ ഏറ്റവും വലിയ മഹത്വം എന്താണെന്നറിയോ? ഒരു പുണ്യമായ സ്വലാത്ത്. ആ സ്വലാത്തിന്റെ മഹത്വം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ സ്വലാത്ത് എല്ലാ ദിവസവും 33 പ്രാവശ്യം ചൊല്ലിയാൽ അവന്റെ ഖബറിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെയും ഇടയിൽ ഒരു കവാടം തുറക്കപ്പെടുകയാണ്. പുനർജീവിത നാൾ വരെ അവൻ അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുക്കുമല്ലോ. അങ്ങനത്തെ ഒരു സ്വലാത്ത് നമുക്ക് ചൊല്ലാം. എല്ലാവരും ഏറ്റു ചൊല്ലണേ. അല്ലാഹുമ്മ ചൊല്ലണേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി സ്വലാത്തൻ തകൂനു ലക റിളാഅ വലിഹഖിഹി അദാഅ. ഒന്നും കൂടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി സ്വലാത്തൻ തകൂനു ലക റിളാഅൻ വലിഹഖിഹി അദാഅ. ഒന്നും കൂടെ ചൊല്ലണേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി സ്വലാത്തൻ തകൂനു ലക റിളാഅൻ വലിഹഖിഹി അദാഅ. അല്ലാഹുവേ പടച്ച റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ ഈ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമുക്കൊരു ക്ലിപ്പായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിൽ നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കഴിയുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഏറ്റെടുക്കണം, അത് ചൊല്ലണം. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റബ്ബേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അത്രയ്ക്ക് ഭാഗ്യം വേറെയുണ്ടോ ഉമ്മ?